അദ്ദേഹം അങ്ങനെ പറഞ്ഞോ എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം നിങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആരെങ്കിലും അവരിയ്ക്കുന്ന ആ ഇരിപ്പിടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് അതിൻ്റെ ചുമതലകളെക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആ നിലവാരം കളഞ്ഞു കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു. കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് കാഴ്ച എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല ഗുണമേന്മയുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ നല്ല ശക്തമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അതിനെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത്. അപ്പോൾ വെറും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് പോകാനല്ല താല്പര്യം, സംവാദാത്മകമായിട്ടും സൃഷ്ടിപരമായിട്ടും കാര്യങ്ങൾ നടക്കുന്നതിനാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്.